നമസ്കാരം, ഞാൻ വേണു മഹാദേവ്. നമ്മൾ ഇത്തവണത്തെ വിഷു സംക്രമ ഫലമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ചിങ്ങക്കൂറ്, അത് കഴിഞ്ഞ കന്നി, തുലാം, വൃശ്ചികം, ഈ 4 കൂറുകാരുടെ ഫലം. അതായത് ചിങ്ങക്കൂറെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മകം മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഏകദേശം തൃക്കേട്ട വരെയുള്ള നക്ഷത്രങ്ങളുടെ കൂറാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. പൊതുവിൽ ഇത്രയും കൂറ് ഒരുമിച്ചെടുക്കുമ്പോൾ എന്തായാലും ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം വരുള്ളൂ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കന്നിക്കൂറുകാരും അതുപോലെ തന്നെ നമ്മുടെ വൃശ്ചികക്കൂറുകാർക്കും ഗുണഫലങ്ങൾ കൂടിയിരിക്കും. ബാക്കി 2 കൂറുകാർക്കും ദോഷഫലങ്ങൾ കുറച്ച് കൂടിയിരിക്കും. അപ്പോൾ ദോഷഫലം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം തീരെ മോശമാണെന്നല്ല, നമ്മൾ ദോഷം വരാവുന്ന ചില സാഹചര്യങ്ങളെയും ചില അവസരങ്ങളെയും നമ്മൾ ജാഗ്രതയോടെ നിരീക്ഷിക്കണമെന്നർത്ഥം. ഇപ്പോൾ നമുക്ക് ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ഗൈഡൻസാണ്, അല്ലെങ്കിൽ ഒരു അഡ്വൈസാണ്. നമ്മളൊരു യാത്ര പോകുമ്പം ഇന്ന ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ ഹിമാലയ യാത്ര പോകുമ്പോൾ ഇന്നടത്ത് മഞ്ഞിടിയും, അല്ലെങ്കിൽ ഇന്നടത്ത് പ്രശ്നം ഉണ്ടാകും എന്ന് നമുക്ക് ഒരു ഗൈഡൻസ് കിട്ടുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരാവുന്ന ചില സ്ഥാനങ്ങളും ചില കാര്യങ്ങളും നമുക്ക് ഗൈഡ് ചെയ്യുന്നതാണ് ജ്യോതിഷം. ആ ഗൈഡൻസ് നമ്മളെ നിൽക്കുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആവും, അവിടെയെല്ലാം ജാഗ്രത പുലർത്തും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതം മൊത്തം ഇന്നതായിരിക്കുമെന്നും തീരുമാനിക്കുന്നതല്ല ജ്യോതിഷം. അപ്പോൾ ഇവിടെ നമ്മൾ ധനപരമായിട്ട് കുറേ മാറ്റങ്ങൾ വരുന്നൊരു കാലഘട്ടമാണ്. അതായത് ധനം വരാനും ഒപ്പം തന്നെ ധാരാളം ചിലവ് വരാനും സാധ്യതയുള്ള സമയം. അപ്പം പാഴ്ചെലവ് നിയന്ത്രിക്കണം. മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ, അതായത് ഗൃഹനിർമ്മാണം, അതുപോലെ പിന്നെ പുതിയ വാഹനം വാങ്ങിക്കുക, വീട് സ്ഥലവും വാങ്ങിക്കുക, ഇതിനൊക്കെ സമയം അനുകൂലമാണ്. എന്നാൽ അവിടെയും നമ്മൾ കടം, ലോണ്, അതുപോലെ തന്നെ ചില മീഡിയേറ്ററായിട്ട് പോയി പല ഇടപാടുകൾ നിൽക്കുക, ജാമ്യം നിൽക്കുക, ഇതിനൊന്നും സമയം നല്ലതല്ല. അപ്പോൾ ഇതാണ് നമ്മൾ ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടുകില്ല എന്ന് വിചാരിച്ച് എഴുതി തള്ളിയിരുന്ന ചിലതാണ് ധനം നമുക്ക് കൊണ്ടുതരാം. കിട്ടുകില്ല എന്ന് വിചാരിച്ച് നമ്മൾ എഴുതിയ ചില ടെസ്റ്റ് പാസ്സാവാം. അതുപോലെ തന്നെ ചില ഒട്ടും പ്രതീക്ഷിക്കാത്ത സുഹൃത്തുക്കൾ നമുക്ക് ഇങ്ങോട്ട് സഹായ വാഗ്ദാനമായിട്ട് വരാം. ഇങ്ങനെയൊക്കെ ചില ഭാഗ്യങ്ങൾ. അതുപോലെ യാദൃച്ഛികമായി ചെറിയ ചെറിയ ലോട്ടറി ഭാഗ്യങ്ങൾ. ഒരിക്കലും ലോട്ടറി ഭാഗ്യം ഒറ്റയടിക്ക് വലുതെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യരുത്. അത് നമുക്ക് മഹാഭാഗ്യങ്ങൾ ഉണ്ടാവുകയും നമ്മളെ ദശ അപകാരമൊക്കെ അനുകൂലമാകുമ്പോൾ വളരെ അപൂർവമായിട്ട് ഒരാളിൽ സംഭവിക്കുന്നതാണ്. അത് എല്ലാവർക്കും കൂടെ പൊതുവായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഈശ്വരൻ നമുക്ക് ചെറിയ ചെറിയ ഭാഗ്യങ്ങൾ ഇട്ട് തരും. പിന്നെ മറ്റൊന്ന്, നമ്മുടെ ഈ പീരീഡിൽ സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം. കാരണം അവർക്ക് പഠനത്തിൽ മാന്ദ്യം വരാം. അവർ കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊരു ചെറിയ സ്നേഹപൂർവ്വമുള്ള താക്കീത് കൊടുക്കുക. അതുപോലെ തന്നെ അവരെ കൗൺസിൽ ചെയ്യേണ്ടവരാണെങ്കിൽ എങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ പോകുന്ന വഴികളിൽ ഒരു ജാഗ്രതയോടെ നിരീക്ഷണം വേണം. അപ്പോൾ അവർ നന്നായി വരും. അലസത വരുമ്പോൾ നമ്മളൊരു കുറച്ച് പ്രോത്സാഹനം കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും സന്താനങ്ങളെ കൊണ്ട് നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. മറ്റൊന്ന്, വാഹനം, അതുപോലെ തന്നെ നമ്മളെ സാഹസികമായ കാര്യങ്ങളൊക്കെ കുറച്ച് ഉയരങ്ങളിൽ കയറുക, അല്ലെങ്കിൽ തീയോ അല്ലെങ്കിൽ ഫാക്ടറി ജോലികളിലോ ഒക്കെ ഇടപെടുന്നവരൊക്കെ കുറച്ച് ക്ഷമയും സഹനവും ജാഗ്രതയും പുലർത്തണം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ഒരു ജാഗ്രത പുലർത്തേണ്ട ഒരു കാലമാണെന്നർത്ഥം. എന്നാൽ ജീവിതത്തിൽ ചില അപ്രതീക്ഷിതമായിട്ടുള്ള സുഖാനുഭവങ്ങളുണ്ടാകും. കാരണം നമുക്ക് ദാമ്പത്യ സുഖം ഉണ്ടാകും. അകന്നിരുന്ന ഭാര്യ വീണ്ടും അടുക്കുക, അകന്നിരുന്ന നമ്മുടെ ഇഷ്ടക്കാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ പ്രണയ ജോഡിയോ ഒക്കെ നമ്മളുമായിട്ട് അകന്നിരുന്നിട്ട് വീണ്ടും അടുക്കാം. ഇതൊക്കെ നമുക്ക് അനുകൂലമായി വന്ന് അപ്രതീക്ഷിതമായിട്ട് ചില അപൂർവ ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുക. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളിൽ നിന്നൊരു ഗിഫ്റ്റ് കിട്ടുക. ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്ന, അതിനാണ് ഭോഗസുഖം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില അവസരങ്ങൾ കൈവരുന്ന സമയമാണ്. കാരണം വിദേശത്ത് പോകാൻ, അതുപോലെ ജോലിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ജോലിയിലേക്ക് എത്താനുള്ള അവസരം വരിക, നമ്മൾ കോഴ്സിൽ ഇതുവരെ ഇല്ലാത്തൊരു കോഴ്സിനെ പറ്റി അറിഞ്ഞ് അതിലേക്ക് പോകാനൊരു അവസരം, ഇതെല്ലാം നമുക്ക് നമ്മളിലേക്ക് ആ ആൾമൈറ്റി കൊണ്ടുവരുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് ജീവിതം നന്നാവാനും നമ്മളെ നന്നാക്കണമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെ നമ്മൾ പുറംതിരിയരുത്, നമ്മളത് ഉപയോഗപ്പെടുത്തുക.
അതിൻ്റെ വഴികളെപ്പറ്റി അന്വേഷിക്കുക. ഇങ്ങനെ പോയാൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഒരു മാറ്റവും ഫ്യൂച്ചറിന് ഒരുപാട് ഗുണം വരികയും ചെയ്യും. പൂർവികമായ സ്വത്തുക്കൾ പലതും കൈവരാൻ സാധ്യതയുണ്ട്. അതെല്ലാം വേണ്ട പോലെ വിനിയോഗിക്കുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യണം. എന്നാൽ റിയൽ എസ്റ്റേറ്റിലുള്ളവർക്ക് അത്ര സമയം നല്ലതല്ല. ഇപ്പോൾ നമ്മളെ സ്വത്തുക്കൾ വിൽക്കാനോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാനോ ഇപ്പോൾ പോകരുത്. അങ്ങനെ പോയാൽ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ വരാതെ ജീവിതം കൊണ്ടുപോകാൻ പറ്റും. എന്തായാലും ഈ വിഷുഫലം നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരൻ നന്മയും ഐശ്വര്യം ഉണ്ടാക്കും. ശനി, വ്യാഴം, അതുപോലെ തന്നെ കേതു, ഈ 3 പേരെയും പ്രീതിപ്പെടുത്തി പോവുകയാണെങ്കിൽ വളരെ ഗുണം ചെയ്യും. തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.